ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം എക്സം എന്ന് അറിയപ്പെടുന്നുണ്ട്. സോ ശരീരം തന്നെ ഇൻസുലിനെ റിജക്ട് ചെയ്യുന്നുണ്ടാവും. സോ എങ്ങനെയാണ് അത് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എങ്ങനെ ഈ ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആകും. ബ്ലഡിലൂടെ അത് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിൽ ചെല്ലണം. നമ്മൾ ശ്വസിക്കുന്ന വായു അതുപോലെ ബ്ലഡിലൂടെ കോശങ്ങളിലേക്ക് ചെല്ലുന്നുണ്ടാവും. ഈ കോശങ്ങളിൽ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഫർണസ് പോലത്തെ ഒരു ഭാഗമുണ്ട്. അവിടെ ഓക്സിജന്റെ സഹായത്തോടു കൂടി ഈ ഗ്ലൂക്കോസ് കത്തും. എനർജി, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ഈ മൂന്നും ഉണ്ടാകും. കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് കളയും, എനർജിയും വാട്ടറും ശരീരം ഉപയോഗിക്കും. ഇതാണ് നോർമൽ പ്രൊസീജിയർ. റൈറ്റ്. ഇവിടെ ഇൻസുലിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ. നമ്മുടെ ശരീരത്തിലുള്ള ഒരു കോശം അതൊരു റൂമായിട്ട് സങ്കല്പിക്കുക. ആ റൂം ഡോർ ഉണ്ട്, അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. താക്കോലും പൂട്ടും ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. റൈറ്റ്. ഗ്ലൂക്കോസിനെ അകത്തേക്ക് കയറണമെങ്കിൽ ഈ ഡോർ തുറക്കണം. ഈ ഡോർ തുറക്കാനുള്ള താക്കോലാണ് ഇൻസുലിൻ. റൈറ്റ്. സോ ഗ്ലൂക്കോസ് ബ്ലഡിൽ വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഇൻസുലിൻ അവിടെ ചെല്ലുന്നു. ഇൻസുലിനെ സ്വീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം കോശങ്ങളിൽ ഉണ്ടാവും. അവിടെ ഇൻസുലിൻ എത്തുമ്പോൾ ഈ ഡോർ ഓപ്പൺ ആവും, ഗ്ലൂക്കോസ് അകത്തേക്ക് പോകും. നോർമൽ പ്രൊസീജിയർ. റൈറ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ചിന്തിച്ചു നോക്കുക, ചില സമയത്ത് നമ്മൾ ഈ താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറക്കുന്ന സമയത്ത് ആ ലോക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് അത് തിരിക്കാൻ പറ്റില്ല, അല്ലെ? അതിന്റെ ഉള്ളിൽ എവിടെയോ സ്റ്റക്ക് ആയത് കാരണം നമുക്ക് താക്കോൽ ഉപയോഗിച്ച് അത് തുറക്കാൻ പറ്റില്ല, സ്റ്റക്ക് ആയിട്ടുണ്ടാവും. അങ്ങനെ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഡോർ ഓപ്പൺ ആവില്ല. എന്നതുപോലെ ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വന്ന ഇൻസുലിനെ ആ കോശം റിജക്ട് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും, തടഞ്ഞു നിർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോർ ഓപ്പൺ ആവില്ല, ഗ്ലൂക്കോസിന് അകത്ത് പോകാൻ പറ്റില്ല, അത്രയും ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടി നിൽക്കും. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതാണ് ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ. റൈറ്റ്. സോ അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ റിപ്പയർ ചെയ്യുന്നത് കൂടെ അത്യാവശ്യമാണ്. റൈറ്റ്. സോ എവിടെയാണ് നമ്മുടെ ഐകോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഒക്കെ റെലവൻസ് വരുന്നത്? സോ അതിലേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. സോ ഡയബറ്റീസ് ഒരു എന്താ പറയാ, കൈപ്പേറിയ ഒരു സത്യമാണ്. ഇന്ത്യയിൽ ഡയബറ്റീസ് ഉള്ള ആളുകളുടെ തന്നെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന, ഡയബറ്റീസിന്റെ വേൾഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യമാണ്. കോടിക്കണക്കിന് രൂപ ഈ ഒരു മേഖലയിൽ ചികിത്സയ്ക്കും വേണ്ടിയൊക്കെ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ്.